പ്ലീസ്. എനിക്കറിയാം ഭക്ഷണം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണെന്നറിയാം. ഡെഫിനറ്റ്ലി കോട്ടയത്തൂടെ ഒരുപാട് തവണ പാസ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ 12 to 12 എന്ന ഫുഡും കഴിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഫോർമലായിട്ടൊന്നും ചോദിക്കുന്നില്ല. വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ഫുഡ് ആസ് വെൽ ആസ് പ്ലീസ് ടെൽ us more about 12 to 12. എല്ലാവർക്കും നമസ്കാരം. സുഖല്ലേ? ഒത്തിരി സന്തോഷം ഈ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതില്ല. 12 to 12 ബാർബിക്യൂ റെസ്റ്റോറൻറ്റ് എനിക്ക് തോന്നുന്നു ഇത് അവരുടെ 7ാമത്തെ റെസ്റ്റോറൻ്റ് ആണ്. അത്രയും രുചിയുള്ള ഭക്ഷണമായതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പുതിയ റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങളെവിടെ പോയാലും 12 to 12 നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ബാർബിക്യൂ എനിക്ക് തോന്നുന്നു എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഒരു അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്കും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്നതാണ് ബാർബിക്യൂ. ആൻഡ് അതിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് അല്ലേ. ഷവായി ഉണ്ട്, അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഭയങ്കര എമ്മി ആയിട്ടുള്ള ഡിഷസ് ആണ്. ആൻഡ് എനിക്ക് തോന്നുന്നു യൂഷ്വലി നമ്മൾ ചെല്ലുമ്പം ഈ ഇനോഗ്രൽ ഡേ ആയതുകൊണ്ട് എന്താണ് നിറയെ ഓഫേഴ്സ് ഒക്കെ ഉണ്ടോ. ഇവിടെ എന്താണ് കൊടുക്കുന്നത്? ബാർബിക്യൂ ആണോ കൊടുക്കാൻ പോകുന്നത്? എനിവേ സൂപ്പർ എക്സൈറ്റഡ് ആണ്. എല്ലാവിധ ആശംസകളും നേരുന്നു ഓണേഴ്സിന്. ആൻഡ് പിന്നെ എനിക്ക് തോന്നുന്നു ആലപ്പുഴ ഞാൻ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. പക്ഷേ ഇനോഗ്രൽ ഫംഗ്ഷൻസിൻ്റെ ഭാഗമായിട്ട് വളരെ കുറച്ചേ ആലപ്പുഴ വന്നിട്ടുള്ളൂ. ആൻഡ് ഇവിടെ വരാനും നിങ്ങളെല്ലാം കാണാനും സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ആൻഡ് പിന്നെ എൻ്റെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു പടം റിലീസ് ചെയ്യാൻ പോവാണ്. റീച്ച് 12 റിലീസ് പറഞ്ഞത് മാറ്റി ഡിസംബർ 8 ഓർ ജാനുവരി 1st വീക്ക് ആയിരിക്കും ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതേ ഉള്ളൂ. രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും പോയി കാണണം. ആൻഡ് വേറെ എന്താണ് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? നമുക്ക് എന്തായാലും കുറച്ച് സമയമുണ്ട്. എന്നല്ലേ സാറ് വരണം തോന്നുന്നു അല്ലേ? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്കൊരു ചെറിയ വിശേഷം പറയാനായിട്ട് എന്താണെന്നറിയോ? നമുക്ക് ഉടനെ ഒരു ഇനോഗ്രേഷൻ കൂടെ വരുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തന്നെയല്ലേ? തീർച്ചയായിട്ടും നമ്മൾ രണ്ടുപേരും തന്നെയല്ല. നമ്മൾ ഇവിടെ വെച്ച് തന്നെ അങ്ങ് ലൈവായിട്ട് മാർക്കറ്റ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 to 12 ഒരു പുതിയ ബ്രാഞ്ച് എവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നതെന്നറിയോ? കുട്ടിക്കാനത്ത്. കുട്ടിക്കാനം എനിക്ക് ഭയങ്കര അടുത്ത സ്ഥലമാണ്. ഞാൻ തൊടുപുഴ കരിയാണ്. അപ്പോൾ കുട്ടിക്കാനം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇനി ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ വരാം അല്ലേ? ഓൾ ദി വെരി ബെസ്റ്റ്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് ഒരു ഇനോഗ്രേഷൻ കൂടി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയത്ത് റെസ്റ്റോറൻറ്റിൽ നിന്ന് മാറി ഒരു ഹോട്ടൽ ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു 2026 കംപ്ലീറ്റ് ആയിട്ട് 12 to 12 അങ്ങ് അടിപൊളിയാക്കാനായിട്ടുള്ള തീരുമാനത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെല്ലാം വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഞങ്ങൾ എല്ലാവരും. ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് സാറ് എന്താണ് ഈ ഒരു ഫസ്റ്റ് തോട്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങണം എന്നുള്ളത് ഉണ്ടാവാനുള്ള റീസൺ പറയാമോ? എന്തായാലും വി ഹാവ് ടൈം. സോ നമസ്കാരം. ഇവിടെ നിന്ന് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ കോട്ടയം വന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ അവരുടെ റിക്വസ്റ്റ് കൊണ്ടാണ് ഞാൻ ആലപ്പുഴ. താങ്ക് യു. എന്താണെങ്കിലും ആലപ്പുഴക്കാർക്ക് തീർച്ചയായിട്ടും ഇതൊരു സുവർണ്ണ അവസരമാണെന്ന് ഞാൻ പറയുന്നത്. ബിക്കോസ് അടിപൊളി ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഗംഭീര ഓപ്പർച്യൂണിറ്റി തന്നെയാണ് 12 to 12 നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടാതെ കൊച്ചിയിലും തീർച്ചയായിട്ട് ഈ ഒരു മേഖലയിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന 12 to 12 ഒരു പുതിയ ബ്രാഞ്ച് കൂടി ഇന്ന് മുതൽ ആലപ്പുഴയ്ക്ക് സ്വന്തമാവുകയാണ്. And I think we are going for the grand inaugural ceremony. But before that, we got a small token of love from our end to you and requesting Shignaz ma'am to kindly hand over we've got a box full of donuts for you. Thank you so much. നല്ലൊരു കൈ ഇടിയാവാം once again together.